പാർലമെന്റിൽ ഇന്നും പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 12 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. प्रश्नकाल और कोई विषय तो प्रश्नकाल के बाद आप विषय को शून्यकाल में अपने विषय को रखें, ये मेरा आपसे आग्रह है. प्रश्नकाल क्वेश्चन नंबर 201 दिलीप साकिया. क्वेश्चन नंबर 201 सर. सदन नहीं चलाना चाहते, सदन चलेगा, मर्यादा गरिमा चलेगा. सदन की कार्रवाई 12 बजे. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഇന്നും അദാനിയും ജോർജ് സോറോസും തന്നെയാണോ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയത്? തീർച്ചയായിട്ടും ഇന്ന് സഭാ നടപടികൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. ഏതായാലും സ്പീക്കർ, ലോക്സഭയെ സംബന്ധിച്ച സ്പീക്കർ ഇന്ന് ഈ സഭാ നടപടികൾ തുടങ്ങിയത് പ്രതിപക്ഷത്തിനെതിരെ അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ സഭാ കവാടത്തിന് മുന്നിലൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് അത് സഭയുടെ അന്തസ്സിന് ചേർന്ന നടപടിയല്ല. അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വിമർശനമാണ് സ്പീക്കർ ഉയർത്തിയത്. അതിന് പിന്നാലെ ചോദ്യോത്തരവേള തുടങ്ങി. ചോദ്യോത്തരവേള തുടങ്ങിയ ഘട്ടത്തിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി എഴുന്നേൽക്കുകയായിരുന്നു. ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ JPC അന്വേഷണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അങ്ങനെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടെ ഭരണപക്ഷത്തു നിന്നും ബഹളമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ബഹളവും ഒക്കെ സഭയിലേക്ക് വന്നതോടുകൂടി 12 മണിവരെ ലോക്സഭ നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ലോക്സഭ ചേർന്നത്. രാജ്യസഭയിൽ ഈ അന്തരിച്ച കർണാടക മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുൻ വിദേശകാര്യമന്ത്രിയും ഒക്കെയായ SM കൃഷ്ണയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു. ആ സമയത്ത് അതിനുശേഷം ഈ അംഗങ്ങൾ ഓരോരുത്തരായി പേപ്പറുകളടക്കം മേശപ്പുറത്ത് വെക്കുകയും ചെയ്തു. അതിനുശേഷം ഈ നോട്ടീസുകൾ പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് പ്രതിഷേധം അവിടെ രാജ്യസഭയിൽ തുടങ്ങിയത്. അവിടെയും ഈ പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് നിന്ന് വലിയ ബഹളം ഉണ്ടായി, മുദ്രാവാക്യം വിളിയുണ്ടായി. പ്രത്യേകിച്ച് ഈ അദാനി വിഷയം തന്നെയാണ് ഇന്ന് രണ്ട് സഭകളിലും ഉയർന്നു കേട്ടത്. ഏതായാലും വലിയ പ്രതിഷേധമാണ് രാജ്യസഭയിലും ഉണ്ടായത്. അങ്ങനെ ഇരു സഭകളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അധ്യക്ഷന്മാർ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ അവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് പുറത്തും പ്രതിഷേധം ഇന്നും അരങ്ങേറിയിരുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം 12 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജിസ് ജോർജ്.